ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊന്നും ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ലഭിച്ച അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ സാധാരണ പറയും പോലെ വളരെ പരിചയമുള്ള ഒരു വേദഭാഗം നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ വളരെ പരിചയമുള്ള ഒരു വ്യക്തിയുടെ ജീവിതം നമുക്കൊന്ന് നോക്കാം. 1 ശമൂവേൽ 9-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 ശമൂവേൽ 9-ന്റെ 2-ാമത്തെ വാക്യം അതിങ്ങനെയാണ് തുടങ്ങുന്നത്. അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വവുമുള്ളവനായ ഒരു മകൻ ഉണ്ടായിരുന്നു. ശൗൽ എന്ന് പറയുന്ന വ്യക്തി, ശൗൽ എന്ന് പറയുന്ന രാജാവ് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു രാജാവിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അതിനവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവൻ ആരായിരുന്നു എന്നുള്ളതിൻ്റെ 1-ാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ അപ്പനെ പറ്റി പറയുന്നു, അവൻ ധനികൻ ആയിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ ശൗലും ധനികനായ ഒരു വ്യക്തി തന്നെ ആയിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇനി എങ്ങനെയാണ് ഇവർക്ക് രാജാവിനെ വേണ്ടി വന്നത്, അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു അധ്യായം ഒന്ന് പുറകിലോട്ട് പോയാൽ നമുക്കത് കാണാം. 1 ശമൂവേൽ തന്നെ 8-ന്റെ 5-ാമത്തെ വാക്യം, 8-ന്റെ 5. അവിടെ നമ്മൾ കാണുന്നത് സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് ജനം അവിടെ ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. ജനം അല്ലെങ്കിൽ മറ്റുള്ള ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ നിയമിച്ചു തരണം. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ രാജാവ് മതിയായവനായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ യുദ്ധം ജയിപ്പിക്കാനായിട്ട് ഈ രാജാവ് മതിയായവനായിരിക്കും എന്നുള്ള അവരുടെ ചിന്തയുടെ പുറത്ത് അങ്ങനെ ഒരു രാജാവിനെ അവരവിടെ സെലക്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ രാജാവിനെ തരണമെന്ന് അവിടെ ആവശ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്കറിയാം നടന്ന കാര്യം, ദൈവം അവർക്കൊരു രാജാവിനെ കൊടുത്തു, കൂടെ ഒരു വാണിംഗും കൊടുത്തു. ഒരു രാജാവ് വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും അവിടെ കൊടുത്തതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 11-ാമത്തെ വാക്യം 8-ന്റെ 11 ദൈവം അവർക്ക് ഒരു വാണി, ഒന്നല്ല കുറെ കാര്യങ്ങൾ ഒരു വരിയായിട്ട് അവർക്ക് കൊടുക്കുന്നതായിട്ട്. അതായത് നിങ്ങൾ രാജാവ്, ഞാൻ നിങ്ങൾക്ക് രാജാവായിരുന്നു, അത് നിങ്ങൾക്ക് പോരാ, നിങ്ങൾക്ക് മറ്റൊരു രാജാവിനെ വേണം, രാജാവിനെ തന്നാൽ ആ രാജാവ് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ലോകത്തിലുള്ള കാര്യം നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവിടെ വാണിംഗ് തരും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇവർക്ക് വളരെ വ്യക്തമായിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട്, ഇവരത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണത് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിട്ടും അവരത് അംഗീകരിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ അത് അംഗീകരിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്നാണ് ശൗലിനെ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ അതിൻ്റെ പ്രാരംഭം എന്ന നിലയ്ക്ക് എങ്ങനെയാണ് രാജാവ് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു രാജാവിനെ അവർക്ക് അങ്ങനെ അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കും ഈ ശൗലിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ദൈവമാണ് അതിലനേക റീസൺസ് ദൈവത്തിന് പറയുവാനായിട്ടുണ്ടായിരിക്കും. എങ്ങനെ ശൗലിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അതാണ് നമ്മൾ വായിച്ചത്, അവൻ യൗവനവും കോമളത്വവുമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. പിന്നീട് അവന്റെ പൊക്കം പറയുന്നുണ്ട്, അവന്റെ സൗന്ദര്യത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഒരു രാജാവ്, അതായത് രാജാവെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ദൈവം ഒരാളെ പ്ലേസ് ചെയ്യുമ്പോൾ സൗന്ദര്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു രാജാവിനെ പ്ലേസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു ചെറിയ പൊക്കമൊന്നും ഇല്ലാത്ത, ഒരു ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരാളിനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം രാജാവായിട്ടിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഒരു കുഞ്ഞു മനുഷ്യൻ വന്നിട്ട് രാജാവ് അല്ലെങ്കിൽ ഇന്ന കൽപ്പനകളൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ അതിനൊരു ഒരു ശക്തിക്കുറവ് ഉള്ളതായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ സൗന്ദര്യവും അല്ലെങ്കിൽ പൊക്കവും ആരോഗ്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ ദൈവം അവിടെ അവർക്ക് കൊടുക്കുന്നതായിട്ട്
കാണുവാനായിട്ട് സാധിക്കും. ഇനി അതല്ലെങ്കിൽ നാളെ ഇനി അവര് ഒരുപക്ഷെങ്കിൽ അതിനും കംപ്ലൈന്റ് പറയാനുള്ള സാധ്യത ഉണ്ട്. കാരണം ദൈവം ഇവരെ നടത്തിയപ്പോൾ തന്നെ ഇവർ പറഞ്ഞ കംപ്ലൈൻസ് ഒക്കെ ഒരു പക്ഷേങ്കിൽ ദൈവത്തിന് തന്നെ വിചിത്രമായി തോന്നാവുന്ന പല കംപ്ലൈൻസും ഇവരുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ദൈവം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം തരുമ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ളത് മാത്രമേ ദൈവം നമുക്ക് തരത്തുള്ളൂ എന്നുള്ളതിന് നമുക്കൊരു സംശയമില്ല. രാജാവിനെ കൊടുത്തപ്പോഴും ലോകപ്രകാരം അല്ലെങ്കിൽ കാണാൻ അല്ലെങ്കിൽ ചില നല്ല ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ ദൈവം കൊടുത്തു എന്നുള്ളതിന് ഒരു സംശയമില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നീട് നമ്മൾ അദ്ദേഹത്തെ പറ്റി അങ്ങനെ അധികം ചിന്തിക്കാറില്ല. കാരണം ഈ ശൗലിനെ പറ്റി നമ്മുടെ മനസ്സിലൊരു ചിന്തയുള്ളത് അവൻ ദൈവത്തെ വിട്ടുപോയി, അല്ലെങ്കിൽ അവൻ വേണ്ടാത്ത ചെയ്തു, അല്ലെങ്കിൽ ദാവീദിനെ ഉപദ്രവിച്ചു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ ശൗലിന്റെ ആദ്യ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവന്റെ ലൈഫിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ അവൻ സൗന്ദര്യമുള്ളവനാണെന്ന് കണ്ടു, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കത്തക്കവണ്ണം അവന് ചില ഗുണങ്ങൾ അവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. രണ്ടാമത് അവന്റെ ഗോത്രം എന്ന് പറയുന്നത് ആദ്യം തന്നെ അവിടെ പറയുന്നുണ്ട്, അവൻ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. ഈ ബെന്യാമീൻ ഗോത്രത്തെ പറ്റി പറയുന്നത് ആവർത്തന പുസ്തകം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവൻ യഹോവയ്ക്ക് പ്രിയൻ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ബെന്യാമീനെ പറ്റി പറയുന്ന കാര്യമാണ്, അവൻ യഹോവയ്ക്ക് പ്രിയൻ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ബെന്യാമീനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗോത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരു ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവനിലും വരേണ്ടിയിരുന്ന ഒരു ഗുണമാണ്, അവൻ പ്രിയനായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു എന്നുള്ള കാര്യം. നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് എത്രത്തോളം പ്രിയമുള്ളവരായിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നമ്മളെ തന്നെ ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതം നമ്മൾ തിരഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അനേക നാളുകളായി രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അനേക നാളുകളായി ഈ കർത്താവിനെ അറിയാം, അല്ലെങ്കിൽ അനേക നാളുകളായി ഈ കർത്താവിന്റെ മുമ്പാകെ നടക്കുന്നു. നമ്മൾ എത്രത്തോളം കർത്താവിന് പ്രിയമുള്ളവരാണ് എന്നുള്ള കാര്യം നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചിരിക്കുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ദൈവം ആഗ്രഹിക്കുന്നതാണ് കർത്താവിന് കൊള്ളാവുന്നവരായിട്ട്, അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമുള്ളവരായിട്ട്, അല്ലെങ്കിൽ കർത്താവിന് പ്രിയമുള്ളവരായിട്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ബെന്യാമീനെ പറ്റി നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ആ ഗോത്രത്തെ പറ്റി കണ്ടത് എനിക്ക് വളരെ പ്രിയമുള്ളവനായിരുന്നു എന്നാണ്. പക്ഷെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് വരുമ്പോൾ ഈ ബെന്യാമീനെ പറ്റി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവൻ കടിച്ചു കീറുന്ന ചെന്നായി എന്നാണ്. അല്ലെങ്കിൽ മോശ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം അവനെ പറ്റി പറയുവാനുള്ളത് അവൻ കടിച്ചു കീറുന്ന ചെന്നായി എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവന്റെ സ്വഭാവം, അല്ലെങ്കിൽ അവന്റെ ആ ഒരു ക്യാരക്ടർ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, അവൻ കടിച്ചു കീറുന്ന ചെന്നായി. ഈ ചെന്നായിയെ പറ്റി നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടിട്ടുള്ളതാണ്. ഈ ചെന്നായി നമുക്കറിയാം, അതിന്റെ ആ കടിച്ചു കീറുക അല്ലെങ്കിൽ ആ ഒരു അഗ്രസീവ് ആവുക എന്നുള്ളത് അതിന്റെ തന്നെ ഒരു നല്ല ഗുണമാണ്. കാരണം അത് വെറുതെ പതുങ്ങിയിരുന്നാൽ അതിന് ആവശ്യമായിട്ടുള്ളതൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പതുങ്ങിയിരുന്ന് ആക്രമിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഈ ചെന്നായാൽ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ വേദനാജനകമായിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഈ ചെന്നായുടെ സ്വഭാവം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യം ഈ ബെന്യാമീനെ പറ്റി കാണുന്നത്, അവൻ ഒരു ചെന്നായി, അല്ലെങ്കിൽ കടിച്ചു കീറുന്ന ചെന്നായി എന്ന് നമുക്ക് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ അവനെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതേ ആള് തന്നെ വീണ്ടും എഴുതുവാണ്, അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ. ആദ്യം നമ്മൾ ഒരുപക്ഷെങ്കിലും കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവം ഒരുപക്ഷെങ്കിലും ഇങ്ങനെ ആയിരുന്നിരിക്കാം. ഒരുപക്ഷെങ്കിൽ ചെന്നായുടെ, അല്ലെങ്കിൽ കടിച്ചു കീറുന്ന, അല്ലെങ്കിൽ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നിരിക്കാം നമ്മുടെ സ്വഭാവം. പക്ഷെ പിന്നീട് കർത്താവിലായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ കൃപയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ കൃപയിൽ നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായേ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വഭാവം
ആ കടിച്ചു കീറുന്ന ചെന്നായിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വേണുന്നവൻ എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതൊക്കെ മാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇന്നും ഇതുപോലെ ഈ ചെന്നായുടെ അല്ലെങ്കിൽ കടിച്ചു കീറുന്ന ഒരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയേ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ ഒരു സ്വഭാവത്തെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ആരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് പ്രിയമക്കൾ ആകുവാൻ. നമ്മൾ എഫെസ്യ ലേഖനം 5:1 ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ, ആകയാൽ പ്രിയമക്കൾ എന്ന് വെച്ചാൽ കർത്താവിന് ഏറ്റവും കൊള്ളാവുന്നവൻ ആയിട്ട് അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ദൈവത്തിന് ഏത് സമയം എടുത്ത് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരുവൻ എന്ന നിലയിൽ നമ്മൾ ജീവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കും. ബെന്യാമീൻ ഗോത്രത്തിൽ തന്നെ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ട്, അറിയാമല്ലോ, പൗലോസിനെ നമുക്കറിയാം. പൗലോസും ബെന്യാമീൻ ഗോത്രക്കാരനാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവന്റെ സ്വഭാവത്തിലും ഇതിലും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9:1-2 വാക്യങ്ങൾ വായിക്കുന്ന അവൻ അധികാരപത്രം വാങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു പക്ഷേങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമായിരിക്കും. ഒരു പക്ഷേങ്കിൽ ആ പേപ്പറും വാങ്ങിയിട്ട് തുള്ളിച്ചാടി ആയിരിക്കും വന്നത്. എന്തിനാ, എനിക്ക് ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പിടിച്ചു അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും, അങ്ങനെ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവരെയൊക്കെ എനിക്ക് പിടിച്ചു കെട്ടി അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാനുള്ള ലൈസൻസും കൊണ്ടാണ് ഞാനിതാ നടക്കുന്നു അല്ലെങ്കിൽ ഞാനിതാ വരുന്നു എന്നുള്ള സന്തോഷം ഞാൻ മനസ്സിൽ കാണുന്ന എങ്ങനെയാണ്. ഒരു പക്ഷേ അവൻ തുള്ളിച്ചാടിക്കൊണ്ട് തന്നെയായിരിക്കും വന്നത്. കാരണം അവന്റെ ആഗ്രഹം നിവർത്തിക്കാനുള്ള ലൈസൻസ് ആണ് ആ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷെ ദൈവം അവിടെ അവനെയും പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം അവനെ പിടിക്കുന്നു. തീർച്ചയായിട്ടും അവന്റെ ആഗ്രഹം അവിടെ നടന്നില്ല. അവന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന് മുൻപന്തിയിലായിരുന്നു, അതിൽ അവന് അംഗീകാരവും ലഭിച്ചവനുമായിരുന്നു. പക്ഷെ കർത്താവ് ഇതാ അവനെ പിടിക്കുന്നു. അവന്റെ ജീവിതം എങ്ങനെ മാറി എന്നുള്ള കാര്യം നമ്മൾ പൗലോസിന്റെ ജീവിതം അനേകം പ്രാവശ്യം കണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഈ ചെന്നായുടെ ഒരു സ്വഭാവമായിരുന്നു അവന്. അവരെ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ച് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള അവന്റെ ആഗ്രഹം കർത്താവ് അവനെ പിടിച്ചപ്പോൾ അവിടെ മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന്റെ ജീവിതം മാറി, അല്ലെങ്കിൽ അവന്റെ ആ ആഗ്രഹങ്ങളൊക്കെ മാറി. ആരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉപദ്രവിക്കാമെന്നുള്ള ആഗ്രഹം മാറി. കർത്താവിനായിട്ട് ജീവിക്കണം, അതാണ് പിന്നീടുള്ള തൻ്റെ ജീവിതം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഇതുപോലെ ചെന്നായുടെ സ്വഭാവം അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ അത് ഉപേക്ഷിക്കണം. കാരണം അത് ദൈവത്തിന് ഒട്ടും ചേരുന്ന കാര്യമല്ല, ദൈവത്തിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമായിട്ട് അത് ഇരിക്കുന്നില്ല എന്നുള്ളതിനൊരു സംശയവുമില്ല. നമ്മൾ നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടർ നമ്മിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് നമ്മൾ ശ്രമിച്ചേ മതിയാകത്തുള്ളൂ എന്നാണ് ഈ ശൗലിന്റെ ജീവിതം നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനുഷ്യരാണ്, നമ്മില് ആ വിധത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ കർത്താവിനെ അറിയും തോറും ആ സ്വഭാവങ്ങളൊക്കെ ഇല്ലാതായി തീരണം. അല്ലെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമ്മളുടെ സ്വഭാവം ആ രീതിയിൽ രൂപാന്തരപ്പെടണം. കർത്താവിന്റെ കൃപയ്ക്കൊത്ത്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവിനോട് അതിനുള്ള കൃപയ്ക്കായിട്ട് അപേക്ഷിച്ചാൽ മതി. കർത്താവ് അത് വേണ്ടുവോളം തരുവാനായിട്ട് തയ്യാറാണ്. നമുക്ക് എത്ര വേണമോ അത് തരുവാനായിട്ട് കർത്താവ് തയ്യാറാണ്. കർത്താവിനോട് ചോദിക്കുവാൻ, ഇനിയല്ല നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നേരത്തെ വായിച്ച പോലെ പ്രിയമക്കൾ ആകണം, അല്ലെങ്കിൽ കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള മക്കളായിട്ട് ജീവിക്കണം. എങ്ങനെയാണ് നമുക്ക് കർത്താവിന് ഇഷ്ടമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്? നമുക്കറിയാം, ദൈവം നമ്മളോട് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കർത്താവില് ജീവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ കർത്താവില് എങ്ങനെയാണ് നമ്മൾ ആശ്രയം കൊണ്ടുവരിക എന്നുള്ളത് കർത്താവ് നമ്മളോട് അനേക വാക്യങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ, എഫെസ്യ ലേഖനം 5:1-2 വാക്യങ്ങളിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ സ്നേഹത്തിൽ വസിക്കാനായിട്ട് നമ്മളെടുത്ത് പറയുന്നുണ്ട്.
സ്നേഹത്തിൽ വസിക്കുക. അല്ലെങ്കിൽ എപ്പോഴും സ്നേഹത്തിൽ വസിക്കുന്ന ഒരാൾക്ക് ഇതേപോലെ ചെന്നായുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളിലുള്ള ആ ചിന്ത, അല്ലെങ്കിൽ നമ്മളിലുള്ള ആ എന്താ പറയുന്നത്, എന്തെങ്കിലും ബാഡായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിലാണ് വസിക്കുന്നതെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സ്നേഹത്തിൽ വസിക്കാനായിട്ട്. രണ്ടാമത് കർത്താവ് പറയുന്ന ഒരു കാര്യം, നമ്മൾ വിശുദ്ധി ഉള്ളവരായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ വിശുദ്ധരായിട്ട് ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കും. അത് എല്ലാ നടപ്പിലും വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാനാണ് പറയുന്നത്. എല്ലാ നടപ്പിലും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കുമ്പോൾ എനിക്ക് വിശുദ്ധി വേണ്ട എന്ന് നമുക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല. ജീവിതത്തിന്റെ എല്ലാ പാതയിലും, അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഏറ്റവും വിശുദ്ധ, അല്ലെങ്കിൽ കർത്താവ് എങ്ങനെയാണോ വിശുദ്ധനായിരുന്നു അതുപോലെ നമ്മളും വിശുദ്ധരായിരിക്കുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. മൂന്നാമത് അവന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവന്റെ കൽപ്പനകള് നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. അവന്റെ കൽപ്പനകൾ, അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്തൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അത് നിറവേറ്റുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കർത്താവ് പറയുന്നുണ്ടല്ലോ യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പം കൽപ്പനകൾ നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോടുള്ള ആ സ്നേഹം വെളിവായി വരും, അല്ലെങ്കിൽ വെളിപ്പെട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ കർത്താവിനെ നമുക്ക് ഇഷ്ടമാണോ? നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ എത്രത്തോളം സ്നേഹമുണ്ട്, അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് എത്രത്തോളം ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത് താഴ്മയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് പറയുന്നത്. ഫിലിപ്പിയർ 2:3-5 വരെ നമ്മൾ താഴ്മയുള്ളവരായിട്ട് ജീവിക്കണം. താഴ്മ നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ താഴ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താഴ്മയോടെ ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ആർക്കും താഴുവാനായിട്ട് ഒരു താല്പര്യവും അല്ലെങ്കിൽ ആഗ്രഹവും ഉള്ള ഒരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ. തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റുള്ളവരെ കരുതുവാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ അവിടെ താഴ്മ തന്നെ വന്നോളൂ, അല്ലെങ്കിൽ താഴ്മയുടെ റിസൾട്ട് അവിടെ വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്നെ ദ്വേഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ എന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ചിന്തിക്കുവാനായിട്ട് എനിക്ക് കഴിയുമെങ്കിലെന്നല്ല, അത് കഴിയണം. കാരണം കർത്താവിൻ്റെ കൽപ്പനയാണല്ലേ മറ്റുള്ളവരെ ശ്രേഷ്ഠനായിട്ട്, എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് എണ്ണുവാൻ കർത്താവിൻ്റെ കൽപ്പനയാണെങ്കിൽ അത് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് താഴ്മയുള്ളവനായിട്ട്, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് താഴ്മ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ആ താഴ്മ, അല്ലെങ്കിൽ ആ വിനയം, അല്ലെങ്കിൽ അത് നമ്മിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അടുത്ത കാര്യം, അനേക കാര്യങ്ങൾ ഇങ്ങനെ പറയുവാനായിട്ട് കർത്താവ് നമുക്ക് തന്ന പ്രകാശം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അത് നമ്മുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ വർദ്ധിച്ചു വരണം. ഇതൊക്കെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ കർത്താവിൽ ബലപ്പെട്ടു വരും, അല്ലെങ്കിൽ ശക്തിപ്പെട്ടു വരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എഫെസ്യർ 4:32, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം കർത്താവ് പറഞ്ഞ പോലെ ഈ ചെന്നായുടെ സ്വഭാവം അല്ല നമ്മിൽ വേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ പ്രിയമക്കൾ ആകണം എന്നുള്ളതാണ്. നിങ്ങൾ പ്രിയമക്കൾ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് എന്തും പറയാൻ പറ്റത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇന്ന കാര്യം എന്ന് പറയാൻ പറ്റത്തക്ക രീതിയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടാകണം എന്ന് ആണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വന്ന മുതൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മൾ കർത്താവ് എന്നാണോ നമ്മുടെ ജീവിതത്തിൽ വന്നത് അത് മുതൽ നമ്മളെ പഴയ
മനുഷ്യൻ ഉണർന്നു വരുവാനായിട്ട് ഇടയായി തീരരുത്. അതിനെ അടക്കിയിട്ട് കർത്താവിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ, അല്ലെങ്കിൽ അത് എടുത്തു കാണിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കണം. മൂന്നാമതായിട്ട് 1 ശമൂവേൽ 9:3-4 വാക്യങ്ങളിൽ അവിടെ ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. താഴോട്ടും വായിക്കേണ്ടതാണ്. 3, 4, 5 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കഴുതകളെ കണ്ടില്ല, അല്ലെങ്കിൽ കഴുതകൾ ഒന്നിലധികം, എത്ര എണ്ണമാണെന്ന് അവിടെ പറയുന്നില്ല, എന്തായാലും ഒന്നിലധികം കഴുതകളെ അവിടെ കാണുന്നില്ല എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം പിതാവ് വന്നിട്ട് തന്നോട് പറയുന്നുണ്ട് കഴുതകളെ അന്വേഷിക്കാനായിട്ട്, അല്ലെങ്കിൽ പോയി കണ്ടെത്തി കൊണ്ടുവരുവാനായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ എന്താ പറയുന്നത്, അവിടെ കുറെ മറുപടി, അല്ലെങ്കിൽ അവിടെ കുറെ എതിർപ്പ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കണ്ടു ഇവൻ ഭയങ്കര സൗന്ദര്യമുള്ളവനാണെന്ന് കണ്ടു, അല്ലേ, ഭയങ്കര പൊക്കവും ആരോഗ്യവും ഒക്കെ ഉള്ള ഞാനാണോ ഈ കഴുതയും തിരക്കി ഈ നാട് നീളെ പോകേണ്ടതെന്നുള്ള ഒരു ചോദ്യം വരുവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവിടെ ആ ഒരു ചോദ്യം വന്നില്ല. രണ്ടാമത് ഇവര് ധനികനാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ 1 2 കഴുത അങ്ങ് പോണേൽ പൊക്കോട്ടെ എന്ന് ഒരു പക്ഷേങ്കിലും വിചാരിക്കായിരുന്നു. അവിടെ അതും അവിടെ ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു ഉത്തരവും അവിടെ പറയുന്നതായിട്ട് കാണുന്നില്ല. ഈ കഴുതയ്ക്ക് ഇനി എത്ര വിലയുണ്ടെന്നോ അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എത്ര കഴുത പോയി എന്നും അറിയത്തില്ല. ഇവര് ധനികനാണെന്നറിയാം, പക്ഷെ ഇവന് വേറെ ഒന്നും നോക്കിയില്ല. പിതാവ് എന്താണോ പറഞ്ഞത് അതനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഈ അന്വേഷിച്ച് പോയി നമ്മൾ പിന്നീട് വായിച്ചു വരുമ്പോൾ അത് 3 ദിവസം കഴിഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3 ദിവസം. എക്സാമ്പിൾ 2 കഴുതയാണെന്ന് വിചാരിച്ചു. ഈ 2 കഴുതയെ അന്വേഷിച്ച് ദേശങ്ങൾ പറയുന്നുണ്ട്, പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്, എത്രയോ കിലോമീറ്റേഴ്സ്. നമുക്ക് ഇന്നിപ്പോൾ കയറി പോകുന്ന പോലെ ഒരു കാറും എടുത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയ ഓട്ടോ ഒക്കെ എടുത്ത് പോയിട്ട് വരുവാനായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ എത്രയോ ദൂരം തൻ്റെ പിതാവിൻ്റെ വാക്ക് അനുസരിച്ച് താൻ മുമ്പോട്ട് പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഒരു അനുസരണമുള്ള ഒരു ശൗലിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വേറെ ചോദ്യം ചെയ്യലൊന്നും അവിടെ ഇല്ലായിരുന്നു. പിതാവ് പറഞ്ഞു, താൻ പുറപ്പെട്ടു. അങ്ങനെ തന്നെയാണ് അവിടെ കാണുന്നത്. ശൗൽ 4-ാമത്തെ വാക്യം, അവൻ എഫ്രൈം നാട്ടിലും എത്തി. അതായത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യമാണ് പിന്നീട് പറയുന്നത്. പിതാവ് പോവാൻ പറഞ്ഞു, അവൻ അടുത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ അടുത്ത സിറ്റിയിലെ ഒരു ഭൃത്യനെയും കൂട്ടി പോകുന്നതായിട്ട്, അല്ലെങ്കിൽ അവിടെ എത്തിയതായിട്ട്, കഴുതയെ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അനുസരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അനുസരണം, അതെങ്കിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് ചെയ്യുവാനായിട്ട് കൽപ്പിച്ചാൽ അത് നല്ല മനസ്സോടുകൂടെ, അല്ലെങ്കിൽ കർത്താവിനെന്ന വണ്ണം, അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. കൊലോസ്യർ 3:22-23-24 വായിച്ചാൽ, നിങ്ങൾ കർത്താവിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അത് കർത്താവിനെന്ന വണ്ണം നമ്മൾ മനസ്സോടുകൂടെ ചെയ്യണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അനുസരണം ഉള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. അനുസരണം, അതായത് ദൈവം എന്ത് പറയുന്നോ അത് ചെയ്യുവാനായിട്ടുള്ള താല്പര്യം. ഒരു പക്ഷേങ്കിൽ ദൈവം നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോടല്ല എന്ന് പറഞ്ഞ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഒരു റെസ്പോൺസിന്റെ ആവശ്യമില്ല അവിടെ ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഒന്നിന്റെ ആവശ്യമില്ല. എന്നോടല്ല എന്ന് ദൈവം പറയുന്നെങ്കിൽ നമുക്ക് വളരെ, എന്നോടല്ല എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടിരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നോടാണ് ദൈവം സംസാരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വിധേയപ്പെടുത്തി കൊടുക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ പരമാധികാരിയായിരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകളോട് നമ്മൾ മറുതലിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അത് കേൾക്കാതിരിക്കാനായിട്ട് പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ കേൾക്കാതിരുന്നാൽ അതും തെറ്റ് തന്നെയാണ്. കേൾക്കാതിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് നമ്മളെ വെറുതെ വിടുമെന്ന് നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പറയുന്നത് അനുസരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നുള്ളതിന് ഒരു സംശയമില്ല. ലൂക്കോസ് 16:10 നമ്മൾ വായിക്കുന്നുണ്ട്, അത്യല്പത്തിൽ വിശ്വസ്തനായിരിക്കും. അത്യല്പം എന്ന് വെച്ചാൽ ചെറിയ കാര്യം തന്നപ്പോൾ വലുതൊന്നും ചെയ്യണ്ട. ഈ
ഒരു കഴുത അന്വേഷിച്ച് പോകാന്ന് പറയുന്നത് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ പോയി കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. പക്ഷെ അത്രയും വലിയൊരു ടാസ്ക് ഒന്നുമല്ല. പക്ഷെ അത് ചെയ്യാനായിട്ട് അവൻ തയ്യാറായിരുന്നു. അതേപോലെ നമുക്കും തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ദൈവം അനുവദിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, ഈ കാര്യങ്ങൾ ചെയ്തപ്പം മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലോട്ട് പോകാൻ പറ്റൂ, അധികത്തില് വിശ്വസ്തനാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ചെറിയ കാര്യത്തിൽ നമ്മൾ നമ്മുടെ വിശ്വസ്തത കാണിച്ചു കഴിയുമ്പോഴാണ് ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തരത്തുള്ളൂ എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ നീതിയുള്ളവരായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തരായിട്ട് ജീവിക്കുക. അല്ലെങ്കിൽ അതിന്റെ മറുസൈഡും അവിടെ തന്നെ പറയുന്നുണ്ട്, ചെറിയ കാര്യത്തിൽ നമ്മൾ അവിശ്വസ്തർ അല്ലെങ്കിൽ നീതി കെട്ടവരായാൽ വലിയ കാര്യത്തിലും നമുക്ക് നീതി കെട്ടവരായി തന്നെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയ കാര്യമല്ല, ഇതുകൊണ്ട് ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അനുസരണം ഇല്ലാത്തവരായിട്ട്, അല്ലെങ്കിൽ നീതി കെട്ടവരായിട്ട് പോയിട്ട് ഞാൻ മറ്റേ വലിയ കാര്യം വരുമ്പോൾ ഞാൻ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കർത്താവ് പറയുന്നത് ഇതാണ്, ചെറിയ കാര്യത്തിൽ നീ വിശ്വസ്തനായിരിക്കണം, എന്നാൽ മാത്രമേ എന്നെ കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് കർത്താവ് പറയുന്നു. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിട്ടായിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മിൽ പ്രസാദിക്കും. നമ്മളെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ പ്രിയമക്കൾ എന്ന് വിളിക്കാനായിട്ട് കർത്താവിന് ഇഷ്ടം തോന്നും എന്നുള്ളതിന് ഒരു സംശയമില്ല. രണ്ടാമത് അതേ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ട് 5-ാമത്തെ വാക്യം, 9-ന്റെ 5-ാമത്തെ വാക്യം. നമ്മൾ ആദ്യം കണ്ടത് അപ്പനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ അപ്പനോടുള്ള അനുസരണത്തിന്റെ ഭാഗമായിട്ട് താന് അപ്പൻ പറഞ്ഞ അതേ കാര്യം ചെയ്തതായിട്ട്, അല്ലെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ ഒരു മറുചോദ്യം ഇല്ലാതെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. 5-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ അതിന്റെ അവസാനം ഭാഗം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കും എന്ന് പറഞ്ഞു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസത്തോളമെങ്കിലും ആയിക്കാണും അവര് ഈ കഴുതകളുടെ പുറകെ അന്വേഷിച്ച് നടന്നിട്ട്. അത് കഴിഞ്ഞപ്പോ ഈ ശൗലിനൊരു ചിന്തയുണ്ടായി. 5-ാം വാക്യം അതാണ് നമ്മൾ കണ്ടത്, നമുക്ക് മടങ്ങിപ്പോകാം. ഒരു സൂഫ് ദേശത്തെത്തിയപ്പോൾ ഉള്ള ചിന്തയാണ്, നമുക്ക് മടങ്ങി പോകാം. നമ്മൾ ഇനിയെങ്കിലും മടങ്ങിപ്പോയെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിതാവ് നമ്മളെ കുറിച്ച് വിഷമിക്കാനായിട്ട് തുടങ്ങും, വിഷാദിക്കാനായിട്ട് തുടങ്ങും. കാരണം ഇപ്പം പിതാവിന്റെ ചിന്ത എന്ന് പറയുന്നത് നഷ്ടമായി പോയ കഴുതകളെ കുറിച്ചാണ്. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിതാവ് നമ്മളെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനായിട്ട് തുടങ്ങും. ആ പിതാവിന്റെ ഹൃദയം അറിയുവാനായിട്ടുള്ള ആ ശൗലിന്റെ ആഗ്രഹം, പിതാവിന്റെ ഹൃദയം അറിയുക എന്ന് പറയുമ്പോൾ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുവാനായിട്ടുള്ള ഒരു ആഗ്രഹം, ശൗലിന്റെ ആഗ്രഹം. തന്റെ പിതാവാണ്, വേറെ മക്കളുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ആ ഒരു മകനെ സെലക്ട് ചെയ്ത് അയച്ചപ്പോ ആ കഴുതകളെ കണ്ടെത്തി മടങ്ങി വരുമെന്നുള്ള ആ ഒരു ഉറപ്പിലായിരിക്കും പിതാവ് അയച്ചത്. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കഴുതകളെ കണ്ടെത്താനായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധനികരാണ്, വേണമെങ്കിൽ അതിനെ ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ചില ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ഇനി ഇവരെയും കൂടെ നഷ്ടമാകുമോ എന്നുള്ള പിതാവിന് വ്യസനം ഉണ്ടാകാതിരിക്കാനാണ്, അല്ലെങ്കിൽ പിതാവിന്റെ ഹൃദയം വ്യാകുലപ്പെടും എന്നുള്ള ആ ചിന്തയുടെ പുറത്ത് താന് മടങ്ങി പോകാനായിട്ട് തയ്യാറായി. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹൃദയം അറിയുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം അറിയുവാനായിട്ട് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവണം, ഒരു വാഞ്ച ഉണ്ടാവണം ദൈവത്തിന്റെ ഹൃദയം അറിയുവാനായിട്ട്. എങ്ങനെ അറിയാൻ പറ്റും ദൈവത്തിന്റെ ഹൃദയം? അത് വളരെ അകലത്തിയിരിക്കുന്ന 2 പേർക്ക് തമ്മിൽ ഹൃദയങ്ങളെ അറിയുവാനായിട്ട് ഒരു സാധ്യതയുമില്ല. അടുത്തിരുന്നാൽ തന്നെ ഹൃദയങ്ങളെ അറിയുവാൻ വളരെ പാടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വീട് കത്തുന്നത് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പക്ഷെ ഒരു മനുഷ്യന്റെ ഹൃദയം വേദനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഇനി എത്ര അടുത്തിരുന്നാലും കാണുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഈ പിതാവിന്റെ ഹൃദയം മനസ്സിലാക്കിയിട്ട് ഈ ശൗല് മടങ്ങിപ്പോകുവാനായിട്ട് തയ്യാറാകും. കഴുതയേക്കാൾ വലുത് തനിക്ക് തന്റെ പിതാവിന്റെ ഹൃദയമാണ്, അല്ലെങ്കിൽ പിതാവിന്റെ വേദന മനസ്സിലാക്കിയിട്ട് മടങ്ങിപ്പോകാനായിട്ട് ശൗല് തയ്യാറായി. ഗലാത്യർ 6:2 വായിക്കുന്നുണ്ട്, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ എന്ന് പറയുന്നുണ്ട്. തമ്മിൽ ഭാരങ്ങളെ ചുമ, അതിന് ദൈവത്തിന്റെ കൃപ വേണം. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനായിട്ട് ദൈവത്തിന്റെ വലിയ കൃപയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഭാരങ്ങളെ ചുമക്കുക എന്ന് പറയുമ്പോൾ അന്യോന്യം ഭാരമായിട്ടിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഭാരമുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ഭാരമായിട്ട് കാണുവാനായിട്ട് ഇടയാകും.
അതിന് ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവത്തിന്റെ അധികമായ കൃപ ഉണ്ടാവണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഒരു പൊക്കം കുറഞ്ഞൊരു വ്യക്തി തലയിൽ വലിയ വെയിറ്റുമായിട്ട് നിൽക്കുവാണ്. ഇപ്പം വളരെ പൊക്കമുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയുവാണ്, എനിക്കൂടെ അത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനും കൂടെ അതെടുത്ത് പൊക്കുവാണെങ്കിൽ ആ ഭാരം എല്ലാം കൂടെ താഴെയോട്ട് പോകാൻ രണ്ടുപേരും ഒരേപോലെ തലയിൽ വെക്കുവാനായിട്ട് ശ്രമിച്ചാൽ അത് താഴെ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ കൃപ, അല്ലെങ്കിൽ ഒരാളുടെ ഭാരം ചുമക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപ വേണം എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മുടെ കരങ്ങളെ നീട്ടുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ കരങ്ങൾ നീളുവാണെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ അറിയുവാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. അതിനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. റോമലേഖനം 12:15 അറിയാവുന്ന വാക്യമാണല്ലോ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. നമുക്ക് പലപ്പോഴും സന്തോഷത്തില് നമുക്ക് ഈ പറഞ്ഞ പോലെ അനേകരെ നമുക്ക് കൂട്ടുകൂടുവാനായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ദുഃഖവേളകൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ വളരെ കുറച്ചു പേര് മാത്രമേ ഒരു പക്ഷേങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, രണ്ട് സാഹചര്യങ്ങൾ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചേർന്ന് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം എന്നുള്ളതിന് ഒരു സംശയമില്ല. കൊലോസ്യലേഖനം 1:9 ഒരു ചെറിയ വാക്യമാണത്. കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കും. കേട്ട നാൾ, എനിക്ക് ആ വാക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. അല്ലെങ്കിൽ ഒരു ആളിന്റെ ഭാരം അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നേരെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം മുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അല്ലാതെ ആ വിഷയം എടുത്തു വച്ച് അതിനെ അസസ് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി എന്നിട്ടല്ല പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മുതൽ, അല്ലെങ്കിൽ അത് ആ വിഷയം അറിഞ്ഞപ്പോൾ കേട്ട നാൾ മുതൽ, എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു, കേട്ട നാൾ മുതൽ അപ്പോൾ മുതൽ പ്രാർത്ഥിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ചില ആശ്വാസ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെയാണെങ്കിൽ ഈ ശൗല് ചെയ്ത ഒരു നല്ല കാര്യമാണ്. പിതാവിന്റെ ഹൃദയം അറിയുവാനായിട്ട്. ഇനി മോശയുടെ ഒരു എക്സാമ്പിൾ ഇതോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17:12 അവിടെ മോശയുടെ കൈ ഭാരമായപ്പോ അവിടെ രണ്ടുപേര് വന്ന് അവിടെ വേണുന്ന സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശയുടെ കൈ, കാരണം അവിടെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, അവിടെ യുദ്ധം തോക്കരുത്, അല്ലെങ്കിൽ മോശയുടെ കൈ ഉയർന്നു തന്നെ ഇരിക്കണം. അപ്പൊ മോശ വളരെ ക്ഷീണിച്ചു. അപ്പം രണ്ടുപേരവിടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മോശയുടെ കൈ താഴാതിരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമവും അവിടെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെയും ഉദ്ദേശം, നമ്മുടെയും ആഗ്രഹം ഇതായിരിക്കണം, പിതാവിന്റെ ഹൃദയം അറിയണം, പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, പിതാവിന് എന്താണോ ആഗ്രഹമെന്ന്, അല്ലെങ്കിൽ എന്നിലൂടെ പിതാവിന് എന്തെങ്കിലും ചെയ്യുവാനായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതം ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറ്റണം. ആ ചെറിയ മാറ്റം കർത്താവിന് വളരെ പ്രസാദമുള്ളതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം പിതാവിന്റെ ഹൃദയം, നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം, അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ വിഷയം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അന്യോന്യം പ്രബോധിപ്പിച്ച് അന്യോന്യം ആത്മീയ വർധന വരുത്തി കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ കഴുതയെ പറ്റി നമ്മൾ ഒരു വാക്യം യശയ്യാവിൽ വായിക്കുന്നുണ്ടല്ലോ, കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കഴുത സാധാരണ അങ്ങനെ വിട്ടുപോകാറില്ലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്യം അവിടെ പറയുന്നത്. കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു എന്നുള്ളൊരു വാക്യം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കഴുത എവിടെ പുറപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഈ ശൗലിനെ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിക്കാനായിട്ട് ദൈവം അങ്ങനെ ഒരു പക്ഷേങ്കിൽ ചെയ്തത് ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ യശയ്യാവ് 1:3 വായിക്കുമ്പോൾ നമ്മൾ ബുദ്ധിയില്ലാത്ത ഒരു മൃഗം എന്ന് ചിന്തിക്കുമെങ്കിലും, പക്ഷെ ദൈവം പറയുന്നത് കഴുത എൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി, അല്ലെങ്കിൽ എൻ്റെ യജമാനൻ എനിക്ക് വേണുന്നത് തരും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ള, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസമുള്ള ഒരു മൃഗമാണ് ഈ കഴുത എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് അവിടെ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ കഴുതേനെ അല്ലെങ്കിൽ അവിടെ നിന്ന്
മാറ്റിയത്. നമുക്ക് അതിൻ്റെ ഉദ്ദേശം നമുക്ക് പിന്നീട് അറിയാവുന്നതാണല്ലോ. ഇപ്പം ദൈവം ഈ കഴുതേന നമ്മുടെ ഇസ്രായേൽ ജനത്തോടു കൂടെ കമ്പയർ ചെയ്താണ് കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന് ശൗലിനെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇതേപോലുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പം എന്താ പറയുന്നത്, അൺയൂഷ്വൽ ആയിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോടു കൂടെ അടുത്ത് ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ദൈവത്തിനായിട്ട് നിലനിൽക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവ വഴി അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തെ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നുള്ള കാര്യം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ 9:10 വാക്യത്തിലോട്ട് വരുമ്പോൾ, 10 വാക്യം, ശൗൽ ഭൃത്യനോട് നല്ലത് വരിക നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ശൗലിന്റെ ഒരു ഗുണം കൂടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് 9 വാക്യവും 8 വാക്യവും വായിക്കണം. 8 വാക്യം, ശൗൽ ഭൃത്യനോട് അതിന്റെ മേളിലോട്ടുള്ള വാക്യം 6 വാക്യം, അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ഈ കഴുത എവിടെയുണ്ടെന്നുള്ള വിവരം അറിയാനായിട്ട് സാധിക്കുമെന്ന് ഈ ഭൃത്യൻ പറഞ്ഞപ്പോൾ ഉള്ള കാര്യമാണ് 10 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വരിക നമുക്ക് പോകാം. വരിക നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ഇവിടെ 2 വ്യക്തികളുണ്ട്. ഒരു ഭൃത്യനുണ്ട്, ഒരു ശൗലുണ്ട്. ശൗല് വളരെ ധനികനാണ്. ഈ ശൗലിന്റെ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ശൗൽ എന്ത് പറയുന്നോ അത് കേൾക്കാനാണ് ഈ ഭൃത്യനെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറായിട്ട് ശൗല് വന്നിട്ട് ഈ ഭൃത്യനെ കൊണ്ട് ഇവിടെയൊക്കെ അന്വേഷിപ്പിച്ച് കഴുത എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ശൗലിന്റെ ഹെൽപ്പിന് കൊണ്ടുവന്ന ആളാണ് ഈ ഭൃത്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ ശൗലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഭൃത്യന്റെ വാക്ക് അതുപോലെ അനുസരിക്കുവാൻ, അല്ലെങ്കിൽ അത് കേട്ട് അത് കാര്യഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അംഗീകരിക്കാനായിട്ട് ശൗല് തയ്യാറായി. അപ്പം ദൈവത്തിന്റെ വചനം അത് ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. ദൈവത്തിന്റെ വചനമാണെങ്കിൽ നമ്മളത് അനുസരിക്കുവാനായിട്ട് തയ്യാറാണ്. ദൈവത്തിന്റെ വചനത്തിനാണ് ഇമ്പോർട്ടൻസ്. അത് അനുസരിക്കുവാൻ, അതിനി ആര് പറഞ്ഞാലും നമ്മളത് കേൾക്കുവാൻ, അത് അംഗീകരിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് നമ്മളെ അല്ലെങ്കിൽ അതിന്റെ അനുസരണത്തിന് നമ്മളെ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇപ്പം ഈവൻ ആ ഒരു സെർവന്റ് കർത്താവിങ്കിലേക്ക് അവനെ, അല്ലെങ്കിൽ ആ ശമൂവേലിന്റെ അടുത്തേക്ക് അവനെ നയിക്കുവാനായിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ കഴുതയെ കണ്ടെത്തുവാനുള്ള യഥാർത്ഥ വഴി പറഞ്ഞു കൊടുത്തു. അത് അതുപോലെ അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ആര് പറഞ്ഞു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. ഇനി ഒരു പക്ഷേങ്കിൽ ഈ ശൗലിന് ഈ ഭൃത്യനെ വഴക്ക് പറയാമായിരുന്നു. നീ എന്നെ ഉപദേശിക്കാൻ നിനക്കെന്ത് അധികാരമുണ്ട്, അല്ലെങ്കിൽ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ സ്വന്തം കാര്യം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേങ്കിൽ ഈ ഭൃത്യനെ വഴക്ക് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഇരുത്താനും ഈ ശൗലിന് സാധിക്കുമായിരുന്നു. കാരണം അവൻ യജമാനനാണ്. പക്ഷെ ഈ ഭൃത്യന്റെ വാക്ക് കേൾക്കാനായിട്ട് തയ്യാറായി. അത് അവനെ എവിടെ എത്തിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അവന്റെ ദൈവം എവിടെ ആകാനായിട്ട് ആഗ്രഹിച്ചോ അതേ സ്ഥലത്ത് അവനെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതിന് ഒരു സംശയമില്ല. അതിൻ്റെ തന്നെ 7 വാക്യത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. ആ പുരുഷന് എന്താകുന്നു കൊണ്ട് പോകേണ്ടത്. നമ്മൾ ഈ ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞു, അവൻ പറയുന്നതൊക്കെ ഒത്തുവരുന്നു എന്ന് പറഞ്ഞു. ഇവന് നമ്മൾ എന്ത് കൊണ്ട് കൊടുക്കും? ഇവന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. നമുക്കറിയാം അന്നത്തെ ആചാരം അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് അവന് നമ്മൾ എന്തെങ്കിലും കൊണ്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കും. നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തീർന്നല്ലോ. ഇവര് അപ്പമൊക്കെ ആയിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. അതൊക്കെ തീർന്നു. ഇനി കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല. ദൈവദാസന്മാരെ ബഹുമാനിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ ആദരിക്കുവാനായിട്ട്, കാരണം അന്നത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിൽ അതില്ലാതെ ഞാൻ എങ്ങനെ പോകും എന്നുള്ള ആ ചോദ്യം അവിടെ ഉയർന്നു. ആ ശമൂവേലിനെ കണ്ടിട്ടില്ല. ഈ ഭൃത്യൻ പറയുന്ന വാക്കുള്ളതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ പോകാനായിട്ട് തയ്യാറായി. പോകുമ്പോൾ എല്ലാ ബഹുമാനത്തോടും കൂടെ അവന് കൊടുക്കാവുന്ന
അല്ലെങ്കിൽ ആ ശമൂവേലിന് കൊടുക്കാവുന്ന, പ്രവാചകന് കൊടുക്കാവുന്ന ഏറ്റവും ബഹുമാനത്തോടു കൂടെ പോകുവാനായിട്ട് ഇവിടെ തയ്യാറെടുക്കുന്ന ഒരു ശൗലിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് ഈ പുരോഹിതനെ ഈ ശൗലിനെ നേരത്തെ കണ്ടിട്ടില്ല. ഒരു പക്ഷേങ്കിൽ കണ്ട് ഈ ശൗല് ചെയ്ത എന്തെങ്കിലും അടയാളങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളോ ഒക്കെ ശൗല് കേട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ തന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്ത് പോയേനെ. പക്ഷെ ഈ പ്രവാചകനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എന്താണ് അല്ലെങ്കിൽ പറയുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കുമോ, അങ്ങനെ ഒരു ഐഡിയയും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലപ്പോഴും ദൈവദാസന്മാരെയൊക്കെ ബഹുമാനിക്കുന്നവരാണ്, അവരെ നമ്മൾ സൽക്കരിക്കുന്നവരാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും മെറിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേഡ് ഉണ്ടോ നമുക്ക്? അങ്ങനെ ഇന്ന ആൾക്കാർക്ക് ഇത്ര ബഹുമാനം അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് ഇത്രയും ബഹുമാനം മതി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അവര് എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. എല്ലാവരും ഒരുപോലെ ദൈവം മുമ്പാകെ ബഹുമാനം അർഹിക്കുന്നവരാണ്, ആദരവ് അർഹിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഈ ശൗല് ഈ ശമൂവേലിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട്, ഈ ദാസന് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപക്ഷെങ്കിൽ ആ ഒരു പോക്ക് അവിടെ അവസാനിക്കാനുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ ആയിരുന്നേനെ. ഇവിടെ ആ ദാസനെ മറക്കാനായിട്ട് പറ്റത്തില്ല. താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് കുറച്ച് വെള്ളി ഉണ്ട്, അത് കൊടുക്കാം. എൻ്റെ അടുത്ത് കുറച്ച് വെള്ളിയുണ്ട്, അത് കൊടുക്കാം. വെള്ളി, താന് ഒരു ഭൃത്യനാണല്ലേ, ശമ്പളം കാണുമായിരിക്കും, പക്ഷെ എത്ര കാണുമായിരിക്കും എന്നുള്ളതിനൊരു ഐഡിയ ഇല്ല. വളരെ കുറച്ചായിരിക്കും. അതിൽ നിന്ന് സ്വരുക്കൂട്ടി വെച്ചതായിരിക്കാം ഈ വെള്ളി എന്ന് പറയുന്നത്. കാരണം പിതാവ് കൊടുത്തു വിട്ടതായിട്ടൊന്നും അവിടെ കാണുന്നില്ല. എൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ അത് എൻ്റെ സ്വന്തമാണ്. ഇനി ഞാനെടുത്ത് പ്രവാചകന് കൊടുത്തത് തിരിച്ചു കിട്ടുമോ? എങ്ങനെ ചോദിക്കും? യജമാനോട് ഞാൻ എങ്ങനെ തിരിച്ചു ചോദിക്കും? അനേക ചോദ്യങ്ങൾ തൻ്റെ മുമ്പാകെ ഉയർന്ന് വന്നേക്കാം. പക്ഷെ താനത് ഒരു സംശയമില്ലാതെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ ഒരു വ്യക്തി റെഡിയായി നിന്നപ്പോൾ അതിന് തടസ്സമായിട്ട് നിന്ന ഒരു കാര്യം തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തനിക്കത് കൊടുക്കുവാനായിട്ട് മനസ്സായി. അതെപ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു എല്ലാ ചിന്തയും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിനെ എടുത്ത് കൊടുക്കാം. ആ വാക്കിന്റെ പുറത്താണ് പിന്നും യാത്ര അവിടുന്ന് തുടരുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ വെള്ളി കൊടുക്കാം എന്നുള്ള ആ വാക്കിന്റെ പുറത്ത് അവിടെ ആ യാത്ര തുടങ്ങുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ചിലരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ളത് എന്തെങ്കിലും കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ളത് ചെലവാക്കി പോകുവാനായിട്ട്, ചെലവാകുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അതിന് ദൈവം പ്രതിഫലം തരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ദൈവം നമ്മളെ മാനിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം നമ്മുടെ ശൗല് ചെയ്ത ഒരു കാര്യം, ദൈവദാസനെ ബഹുമാനിച്ചു, അല്ലെങ്കിൽ ബഹുമാനിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. അത് എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലും കിട്ടുമോ എന്ന് താൻ ആലോചിച്ച് അത് സംഘടിപ്പിച്ച് ദൈവദാസന്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ബഹുമാനിക്കുന്നതിന് പ്രത്യേകം ഗ്രേഡ് ഒന്നുമില്ല. പല ഗ്രേഡ്, എ ഗ്രേഡ്, ബി ഗ്രേഡ്, ഒരു ഗ്രേഡും ദൈവം മുമ്പാകെ ഇല്ല. എല്ലാവരും ദൈവം മുമ്പാകെ ഒരുപോലെ ഉള്ളവരാണെന്നുള്ളതിനൊരു സംശയമില്ല. എല്ലാവർക്കും ഒരേ ബഹുമാനം നമ്മൾ കൊടുക്കുവാനായിട്ട് ഇടയായി തീരണം. ഇതേ കാര്യം നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെല്ല അടുത്ത തലമുറയും നമ്മൾ പഠിപ്പിക്കേണ്ടി ഇരിക്കും. ദൈവദാസന്മാരെ ബഹുമാനിക്കുവാനായിട്ട്. അബ്രഹാം ദൈവദാസന്മാരെ സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചപ്പോൾ, അബ്രഹാമിന്റെ ലൈഫിൽ അബ്രഹാം അറിയാത്ത നന്മകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ദൈവദാസന്മാരെ ബഹുമാനിക്കുവാൻ, അവരെ ആദരിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ഇതേപോലെയുള്ള ദാസന്മാരുമുണ്ട്, കർത്താവിനായിട്ട് അനേകം ചെലവായി പോകുവാനായിട്ട് തയ്യാറുള്ള, അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹം വച്ചേക്കാതെ, അല്ലെങ്കിൽ സ്വന്തം താല്പര്യം വച്ചേക്കാതെ ചെലവാക്കി കളയുവാനായിട്ട്, അല്ലെങ്കിൽ ചെലവായി പോകുവാനായിട്ട് താല്പര്യമുള്ള ദാസന്മാർ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ദാസന് പിന്നീട് ചെറിയൊരു ചെറിയൊരു പണി കിട്ടുന്നതായിട്ട് നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. തന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നതും ഈ ദാസനാണ്, തനിക്ക് ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തതും ദാസനാണ്.
ഇതിൻ്റെ ഏറ്റവും അവസാനം അത് വായിക്കുമ്പോൾ 27-ാമത്തെ വാക്യം 9:27, ശമൂവേൽ ശൗലിനോട് ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറയുക. നീ ഭൃത്യനൊക്കെ തന്നെ, നീ വെള്ളി തന്നതും നീ തന്നെ, പക്ഷേ ഈ ഭൃത്യനെ മാറ്റി നിർത്തിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കർത്താവിൻ്റെ അരുളപ്പാട് ഇവനോട് മുമ്പോട്ട് നടന്നു പോകാനായിട്ടല്ലേ ഈ ഭൃത്യനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനെന്തേലും ചെയ്തോ? അവനെന്തേലും മറുത്തു പറഞ്ഞോ? ഇല്ല. അവിടെ അവൻ മുമ്പോട്ട് പോയി, അവൻ കടന്നു പോയി എന്നാണ് വായിക്കുന്നത്. അവൻ കടന്നു പോയി. ഒരുമിച്ച് 3 പേർ ഒരുമിച്ച് വന്നു, ഒരാളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു, അവൻ പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യലൊന്നും വീണ്ടും അവിടെ ഇല്ല. ഞാനാണ് ഈ ശമൂവേലിനെ പറ്റി പറഞ്ഞു തന്നത്. ശമൂവേൽ ഒരുപക്ഷെങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തി തരുമെന്ന് പറഞ്ഞ് ഞാനാണ്. ഇതെൻ്റെ അറിവാണ്, എൻ്റെ വെള്ളിയാണ് കൊടുത്തത്, എന്നിട്ട് ഇതേ എന്നെ പിടിച്ച് ഇതേ മുമ്പോട്ട് തള്ളിവിട്ടു. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നതെന്നുള്ള ആ സിറ്റുവേഷനിൽ നിന്ന് എന്നെ മാറ്റി. തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് കാണുവാനേ സാധിക്കുന്നു. ഒരു നല്ല ഭൃത്യൻ, നല്ല അനുസരണമുള്ള ഒരു ഭൃത്യനായിട്ടിരിക്കുന്നു. എന്താണോ പറഞ്ഞത്, ഈവൻ ശമൂവേലാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും വളരെ റെസ്പെക്റ്റോട് കൂടി ചിലപ്പം പോയേനെ. ഇവിടെ ശൗല് തന്നെയാണ് പറയുന്നത്. ശൗലിനെ കൊണ്ടാണ് പറയിച്ചത്. മുമ്പോട്ട് പോകാനായിട്ട് പറഞ്ഞു, അനുസരണത്തോടെ മുമ്പോട്ട് പോയി. ഒന്നും പറഞ്ഞില്ല കർത്താവിനായിട്ട്, അല്ലെങ്കിൽ തന്നെ ഒരു ഭൃത്യന്റെ ജോലി എന്താണോ അത് അതുപോലെ ചെയ്യുവാനായിട്ട് താന് തയ്യാറായി എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ശൗലിൻ്റെ ജീവിതം നമുക്കൊരു മാതൃക. പിന്നീട് തൻ്റെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചു, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ, ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലൂടെയൊക്കെ താൻ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ആദ്യം താന് ഒരു ചെന്നായുടെ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഒരു ദുഷ്ട ഗോത്രത്തിൽ, അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് തൻ്റെ പിതാവ് തന്നെ വിളിച്ചത്, ബെന്യാമീനെ വിളിച്ചത് അങ്ങനെയാണ്. പിന്നീട് കാണുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരുവൻ എന്ന നിലയ്ക്ക് തന്നെ കാണുന്നുണ്ട്. രണ്ടാമത് തൻ്റെ പിതാവിൻ്റെ ഹൃദയം അറിയുന്ന, അല്ലെങ്കിൽ പിതാവിൻ്റെ ഹൃദയം, അല്ലെങ്കിൽ ആ പിതാവിന് വന്ന നഷ്ടം അത് തൻ്റെയും കൂടെ നഷ്ടമായിട്ട് താന് അതിനെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ആ കഴുതകളെ അന്വേഷിച്ച് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അവിടെയും തനിക്ക് പറയാനുള്ള റീസൺസ് ഒക്കെ മാറ്റി വെച്ചിട്ട് താൻ ദിവസങ്ങളോളം മലകളിലും താഴ്വരകളിലും ഒക്കെ യാത്ര ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത് തൻ്റെ പിതാവിൻ്റെ ഹൃദയം വിഷമിക്കുമെന്ന് കരുതിയിട്ട് താന് മടങ്ങി വരുവാനായിട്ട്, അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് അത്രയും ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകത്തുള്ളൂ. എൻ്റെ പിതാവിൻ്റെ ഹൃദയം ഈ പ്രവൃത്തിയാൽ വേദനിക്കും എന്ന് ഒരു ചിന്ത ഉണ്ടാകണമെങ്കിൽ പിതാവുമായിട്ട് അത്രയ്ക്ക് ആത്മബന്ധം ഉണ്ടായിരിക്കണം. 3 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ, 3 ദിവസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവ് ഇപ്പം എന്നെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അവൻ എന്തേലും പറ്റിക്കാണുമോ എന്നായിരിക്കും ചിലപ്പോൾ പിതാവ് ചിന്തിക്കുന്നത്. പറഞ്ഞു വിടണ്ടായിരുന്നു ഒരു പക്ഷേങ്കിൽ പിതാവ് ചിന്തിച്ചിരിക്കും. അനേക ചിന്ത പിതാവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി കാണും. ആ ചിന്ത അതേപോലെ ഇവിടെയും കിട്ടി. ആ ചിന്തയുടെ പുറത്ത്, അല്ലെങ്കിൽ ആ ചിന്ത തൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് തനിക്ക് മടങ്ങി വരുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവൻ വിചാരിക്കും അവിടെ കിടന്ന് വിഷമിക്കട്ടെ, എന്നെ പറഞ്ഞു വിട്ടതല്ലേ, എന്നെ കഷ്ടപ്പെടുത്തിയതല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു. പക്ഷെ അതൊന്നും താൻ ചിന്തിച്ചില്ല. എൻ്റെ പിതാവിന് വിഷമമാകുമെങ്കിൽ ഞാനിതാ മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയങ്ങളും പിതാവിൻ്റെ ഹൃദയത്തോടെ, നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയത്തോടെ, നേരത്തെ വായിച്ച പോലെ മാന്യനാണെന്ന് വായിക്കണം. നമുക്കൊരു മാന്യനായിട്ടുള്ള ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ താൻ പറയുന്നത് ചെയ്യുന്ന ഒരു ദൈവമാണ്, ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെ എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം മുമ്പാകെ ചെന്ന് പിതാവിൻ്റെ ഹൃദയത്തോട് ഒരു നിരപ്പുണ്ടാകുവാൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ ഹൃദയത്തെ അറിയുവാൻ, പിതാവിൻ്റെ ആഗ്രഹത്തെ അറിയുവാൻ, പിതാവിൻ്റെ ഇഷ്ടത്തെ അറിയുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. അതിന് തീർച്ചയായിട്ടും നമ്മളെ ദൈവം മുമ്പാകെ സമർപ്പിക്കണം. ഈ ദാവീദിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, അവന് വിനയമുള്ളവനായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. അവൻ ദാവീദ് അഭിഷേകം ചെയ്യുമ്പോൾ അവൻ പറയുന്നു, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനായ ഒരു ചെറിയ മനുഷ്യനല്ലേ, എന്നെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ താഴ്മ അവിടെ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും വിനയപ്പെടുത്തി, അല്ലെങ്കിൽ കർത്താവിന്
പാകപ്പെടുവാനായിട്ട് കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായിട്ട് അവന് മാറുന്നതായിട്ട് നമുക്ക് അവിടെ കാണുന്നുണ്ട്. നമുക്കും ഇതുപോലെ കർത്താവിന് കൊള്ളാവുന്നവരായിട്ട്, അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട്, കർത്താവ് പ്രിയമക്കളെന്ന് വിളിക്കുന്നവരായിട്ട് ഒക്കെ തീരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കും.